ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 64 16/3/1988. ഞാൻ കർത്താവാണ്, നീ ആരാണെന്നത് പരിഗണിക്കാതെ എൻ്റെ വചനം പൂർത്തീകരിക്കപ്പെടും. എന്നെ അനേകം തവണ അപ്രീതിപ്പെടുത്തിയ, ദ്രോഹിച്ച ഒന്നുമില്ലായ്മയാണ് നീ. എണ്ണമറ്റ തവണ നീ എന്നെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന നികൃഷ്ടതയുടെ നേർചിത്രമാണ് എൻ്റെ പക്കലുള്ള നീ. നീ എന്തു തന്നെ ആയിരുന്നാലും ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ എൻ്റെ തിരുഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മകളെ, ഞാൻ ദൈവമാണ്. ഞാൻ സർവത്തിൻ്റെയും സൃഷ്ടാവായ സർവാധിപതിയാണ്. ഞാൻ ഉദാത്തമായ സ്നേഹത്തിൻ്റെ ആത്മാവാണ്. ഞാൻ അഗാധ സ്നേഹമാകുന്ന ദൈവമാണ്. എപ്രകാരം ഞാൻ നിന്നെ പ്രത്യേകമായി അനുഗ്രഹിച്ചുവെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? നുണ പറയുന്ന നാവിൽ നിന്ന് ഞാൻ നിന്നെ എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് നിനക്കറിയാമോ? സൃഷ്ടിയെ, നിന്നെ തന്നെ എനിക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. എന്തുകൊണ്ടാണ് നിന്റെ മനസ്സിനെ വഴിതെറ്റാൻ അനുവദിക്കുന്നത്? നമ്മുടെ പരസ്പരമുള്ള ബന്ധം നീ മറന്നുപോയോ? യഥാർത്ഥത്തിൽ എന്റെ മനസ്സ് വഴിതെറ്റിപ്പോയിരുന്നു. കർത്താവെ, എന്റെ സഹചാരികൾ എന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബലഹീനയാണ്. നീ എന്നെ നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഭയപ്പെടരുത്. എന്നോട് ഇപ്രകാരം പറയുക: ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ, നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, കർത്താവ് സ്തുതിക്കപ്പെടട്ടെ. അങ്ങയുടെ അരികെ നടക്കുവാൻ എന്നെ അനുവദിക്കണമേ. ആമേൻ. ഞാൻ ഈ പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലി. വസൂല, ഞാൻ നിന്നെ എപ്പോഴെങ്കിലും പരിത്യജിക്കുമോ? ഞാൻ നിന്നോട് വിശ്വസ്തനാണ്. ഞാൻ നിന്നോട് വിശ്വസ്തനല്ലേ? അതേ കർത്താവെ, അങ്ങ് വിശ്വസ്തനാണ്. മകളെ, നിനക്ക് കുറവുള്ളതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ എന്റെ സന്ദേശവാഹക എന്ന് വിളിച്ചു. നീ എന്നും എന്റെ സന്ദേശവാഹക തന്നെയായിരിക്കും. നീ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ദൈവമായ ഞാനായിരിക്കും നിന്റെ സന്തത സഹചാരി. നിന്നെ പൂർണ്ണമായി വലയം ചെയ്ത് ആവരണം ചെയ്യുവാൻ എന്നെ അനുവദിക്കുക. നിനക്കതിന് സമ്മതമാണോ? അതെ, യാതൊരു മറുചോദ്യവുമില്ലാതെ എനിക്ക് സമ്മതമാണ്. വസൂല, നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? എന്റെ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവെ, എനിക്കറിയാം. എങ്കിൽ എന്നിൽ ആശ്രയിക്കുക. നീ ഇന്ന് ആയിരിക്കുന്നിടത്ത് നീ ആയിരിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു. എന്റെ വചനം പൂർത്തീകരിക്കുവാൻ നീ പ്രാപ്തയാകേണ്ടതിന് ഞാൻ നിന്നെ എടുത്തുയർത്തി എന്റെ അഭീഷ്ടം നിന്നിൽ നിറയ്ക്കും. എന്റെ മറ്റു ദാസരോടൊപ്പം നീയും എണ്ണമറ്റ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കും. എന്നാൽ അവസാനം ഞങ്ങളുടെ രണ്ട് ഹൃദയങ്ങൾ, യേശുവിന്റെ തിരുഹൃദയവും പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയവും, വിജയം വരിക്കും. ഇന്ന് നീ എന്റെ സന്ദേശങ്ങളുടെ എഴുത്തുകാരിയാണ്. ഭാവിയിൽ നീ എന്റെ സന്ദേശവാഹകയായിരിക്കും. 8 മാസങ്ങൾക്ക് ശേഷം ദൈവം എന്നെ അവിടുത്തെ വചനത്തിന്റെ സാക്ഷിയായി ലോകമെങ്ങും അയച്ചു. കർത്താവെ, വാസ്തവത്തിൽ എനിക്ക് പുരോഗതി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ ഇപ്പോഴും ആരംഭദശയിലാണെന്ന് അങ്ങ് പറഞ്ഞതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല വസൂല, പ്രത്യാശ വിടരുത്. നീ ചെയ്യുന്നതൊന്നും നിഷ്ഫലമാവുകയില്ല. പരിപൂർണത പ്രാപിക്കുവാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം. നീ പരിപൂർണയാകണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവെ, എന്നാൽ എന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ അങ്ങയുടെ തിരുഹൃദയം ആഗ്രഹിക്കുന്നത് പോലെ ഞാനായി തീരുവാൻ ഞാൻ ഏറെ ദൂരം പോകേണ്ടതുണ്ട്. ഞാനല്ലേ നിന്റെ ഗുരു? അതേ കർത്താവെ, എന്നാൽ ഞാൻ ഒരു നല്ല വിദ്യാർത്ഥിനിയല്ല അങ്ങയുടെ സന്നിധിയിൽ. നീ ബലഹീനയാണ്, എന്നാൽ എന്റെ ശക്തി നിന്റെ വീഴ്ചകളിൽ നിന്നെ താങ്ങി നിർത്തും. വസൂല, ഞാൻ നിന്റെ ആത്മീയ ഗുരുവാണ് എന്നതിനേക്കാൾ വലിയതായി മറ്റെന്താണുള്ളത്? ഇതിനേക്കാൾ വലിയ അനുഗ്രഹമായി മറ്റെന്താണുള്ളത്? എനിക്ക് യാതൊന്നിനും അർഹതയില്ലാതിരിക്കെ അങ്ങ് എനിക്ക് സർവവും നൽകുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അല്ലയോ വസൂല, എന്നെ ബോധപൂർവം ദ്രോഹിക്കുവാൻ വേണ്ടി നീ പാപം ചെയ്യുന്നതല്ലെന്ന് എനിക്കറിയാം. ഒഴുകിപ്പോയ ജലം പിന്നീട് ഉണങ്ങിപ്പറ്റിപ്പോയതുപോലെ നിന്റെ പാപങ്ങളെല്ലാം ഞാൻ മറന്നിരിക്കുന്നു. ഞാൻ നിന്റെ പാപങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയോ അവയെക്കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പുതിയ ജീവിതം ആരംഭിക്കുവാൻ നിന്നെ ഞാൻ ഇടയാക്കും. പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നെ നവീകരിക്കും. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനുഭവിച്ചറിയുക. നീ ആയിരിക്കുന്നത് പോലെ തന്നെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കിരീടങ്ങൾ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. നീതിയുടെ കിരീടത്തോടൊപ്പം ആ 2 കിരീടങ്ങളും നീ വഹിക്കണം. ആ കിരീടങ്ങൾ എന്റെ ഭവനമായ സഭയിൽ എന്റെ പ്രിയപ്പെട്ട പത്രോസായ മാർപ്പാപ്പയുടെ പാദത്തിൽ സമർപ്പിക്കണം. യേശു
ആലങ്കാരികമായ ഭാഷയിലാണ് സംസാരിച്ചത്. എനിക്കിതൊന്നും മനസ്സിലായില്ല. ഉവ്വ് കർത്താവേ, കർത്താവേ, എന്നെ അവിടെ എത്തിക്കുക. വരൂ, ഞാൻ നിന്റെ അരികെയുണ്ട്. നമ്മൾ ഒരുമിച്ച് എൻ്റെ സഭയെ പുനരുദ്ധരിക്കും. നമുക്ക് അതേ കർത്താവേ. പിന്നീട് വസൂല വരിക. വിശ്വാസം എന്ന വിശുദ്ധ പദമായിരിക്കട്ടെ നിന്റെ അടയാളം, ശിശുസഹജമായ വിശ്വാസം. 17/3/1988. വസൂല, ഞാൻ നിന്നെ വിളിച്ച ആരംഭകാലത്തിലെന്ന പോലെ എന്റെ സ്വരം ശ്രവിക്കുക. നീ ജനിക്കുന്നതിനു മുമ്പ് എന്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ പലരെയും വിളിച്ചിട്ടുണ്ട്. അനുഗ്രഹങ്ങളെ സ്വാഗതം ചെയ്തിരുന്ന നന്മയുടെ പുണ്യദിനങ്ങളായിരുന്നു ആ കാലം. നികൃഷ്ടരായ വ്യക്തികളെയും എന്റെ സേവനത്തിനായി ഞാൻ വിളിച്ചിട്ടുണ്ട്. അവരുടെ രക്ഷകനായ ദൈവമാണ് അവരെ വിളിക്കുന്നതെന്ന് അവർ ഒരിക്കലും സംശയിച്ചിട്ടില്ല. അവരുടെ സഹചാരികൾ ആരും ഇക്കാലത്തെ സഹചാരികളെ പോലെ എന്റെ വിളിയെ സംശയിച്ചിരുന്നില്ല. വസൂല, നിങ്ങളുടെ കാലഘട്ടം മൃതമാണ്. അവർ ഇക്കാലത്തെ എന്റെ ദൈവീക പ്രവൃത്തികളെ നിന്ദിച്ചുകൊണ്ട് ഇവിടെയുള്ള മരുഭൂമിയെ വിശാലമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളെ നനച്ച് വിശദീകരിക്കുന്നതിനും എന്റെ പ്രകാശത്തിൽ ജീവിക്കുവാൻ നിങ്ങളെ ഇടയാക്കുന്നതിനുമാണ് എന്റെ രക്തം ചിന്തപ്പെട്ടത്. അല്ലയോ സൃഷ്ടികളെ, എന്റെ രക്തം ചിന്തപ്പെട്ടത് നിഷ്ഫലമായോ? ഈ കാലഘട്ടം നിങ്ങളോട് ഇപ്രകാരം പറയും: നിങ്ങൾ ഈ സ്വരമൊന്നും ശ്രദ്ധിക്കരുത്. ഇത് നിശ്ചയമായും പിശാചിന്റെ സ്വരമായിരിക്കുന്നതിനാൽ നിങ്ങളുടെ ചെവികൾ അടയ്ക്കുക. ഞാൻ അനുഗ്രഹിച്ച് ദൈവിക ദർശനങ്ങൾ ലഭിച്ച അനുഗ്രഹീത വ്യക്തികൾ എന്റെ ഭവനമായ സഭയിലെ എന്റെ സ്വന്തപ്പെട്ടവരാൽ തന്നെ പരിഹസിക്കപ്പെടുകയും നിരുത്സാഹപ്പെടുത്തപ്പെടുകയും ചെയ്യും. എന്റെ ദൈവിക പ്രവൃത്തികളെ നിന്ദിച്ച് തള്ളിക്കളയുന്നതിന് നിശ്ചയപൂർവ്വം അവർ സദാ തയ്യാറായി നിൽക്കുന്നു. എന്റെ കൃപാദാനങ്ങളെ അവർ നിന്ദിക്കുമ്പോൾ മനുഷ്യരുടെ മുമ്പാകെ അവർ എന്നെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ അനുഗ്രഹങ്ങൾ സ്വാഗതം ചെയ്യപ്പെട്ടിരുന്ന കാലത്ത് എന്റെ വിളി ലഭിച്ചവരോട് എന്റെ സ്വന്തപ്പെട്ടവർ ഇപ്രകാരം പറയുന്നത് ഞാൻ കേൾക്കുമായിരുന്നു: മകനെ, ശ്രദ്ധിച്ചു കേൾക്കുക, തീർച്ചയായും ദൈവമായിരിക്കും നിന്നെ വിളിക്കുന്നത്. എന്റെ സൃഷ്ടികൾ 1 സാമുവേൽ അധ്യായം 3 ബാലരായ സാമുവേലിനെ ദൈവം വിളിക്കുന്ന ഭാഗം വായിക്കട്ടെ. ദൈവിക അനുഗ്രഹങ്ങളെ സ്വാഗതം ചെയ്തിരുന്ന പുണ്യദിനങ്ങളായിരുന്നു അക്കാലം. സൃഷ്ടികളെ, പണ്ടത്തെ പോലെ അല്പവിശ്വാസികളെ എന്ന് നിങ്ങളെ വിളിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. എന്നാൽ എനിക്ക് ഇന്ന് നിങ്ങളെക്കുറിച്ച് പറയുവാൻ കഴിയുന്നത് ഇപ്രകാരം മാത്രമാണ്: വിശ്വാസം അല്പം പോലും ഇല്ലാത്ത കാലഘട്ടം. മകളെ, ഞാൻ ക്ഷീണിതനാണ്. കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ ഞാൻ വിശ്രമിക്കട്ടെ. കർത്താവെ, വന്നാലും നമുക്ക് അതേ കർത്താവെ. യേശു വളരെ ക്ഷീണിതനും ദുഃഖിതനുമായി കാണപ്പെട്ടു. എഴുതുക. ഉവ്വ് കർത്താവെ. അനേകർ ദൈവത്തേക്കാൾ പിശാചിന് പ്രഥമസ്ഥാനം നൽകുന്നതിനാൽ ദൈവം ദുഃഖിതനാണ്. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ഇപ്രകാരം പറയുന്നു: ദൈവമേ, ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് പിശാചിനെ വിറപ്പിക്കുന്നതിന് പകരം പിശാച് പിശാച് എന്ന് പറയുന്ന മനുഷ്യരുടെ ഭയം എനിക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല. ഇക്കാലത്ത് ഇതുപോലെ ധാരാളം കാര്യങ്ങൾ സംഭവിക്കുന്നു. പിശാചിന് നമ്മൾ പ്രഥമ സ്ഥാനം നൽകുന്നു. പ്രിയപ്പെട്ടവനെ, നീ പോയി ഡോക്ടറെ കണ്ട് നിന്നെ പരിശോധിപ്പിക്കുക. നമുക്ക് ഇക്കാലത്ത് നല്ല പ്രഗത്ഭരായ ഡോക്ടർമാർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നവർ ഇക്കാലത്തുണ്ടാകും. അതിഭൗതിക മനഃശാസ്ത്രത്തിലുള്ള തങ്ങളുടെ പാണ്ഡിത്യത്തിൽ അഹങ്കരിക്കുന്നവർക്ക് ദൈവിക വിളികൾ എന്നൊക്കെ പറയുന്നത് കാലഹരണപ്പെട്ട ആശയമായിട്ടാണ്. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും നിന്ദ്യമായിരിക്കുന്നത് കാപട്യം എന്ന തിന്മയാണ്. അതെ എന്നോ അല്ല എന്നോ പറയാത്ത തന്ത്രപരമായ ഉത്തരമായിരിക്കും ഇക്കൂട്ടരുടേത്. അവർ പീലാത്തോസിനെ പോലെ ആയിരിക്കും. കർത്താവിനെ വിചാരണ ചെയ്തപ്പോൾ പീലാത്തോസ് കൈകൾ കഴുകിയതുപോലെ ഇക്കൂട്ടർ തങ്ങളുടെ കൈകൾ കഴുകും. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? കാരണം അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. 18/3/1988. എന്റെ പുഷ്പമേ, വിശ്വാസം എന്ന വിശുദ്ധ പദമായിരിക്കട്ടെ നിന്റെ അടയാളം. നികൃഷ്ടതയുടെ കാലഘട്ടമാണിത്. 19/3/1988. യേശുവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അല്ലയോ വസൂല, സന്ദേശം എഴുതിയെടുക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. വിശന്നിരിക്കുന്ന എന്റെ ആടുകൾക്ക് ഇന്ന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു. നാളെ ഞാൻ നിങ്ങളെ ഐക്യപ്പെടുത്തുകയും എന്റെ രഹസ്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കുകയും എനിക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന എല്ലാവരിലേക്കും പരിശുദ്ധ ജപമാല പ്രാർത്ഥന പ്രചരിപ്പിച്ചുകൊണ്ട് എന്നെ ആനന്ദിപ്പിക്കുക. എല്ലാ ക്രിസ്ത്യാനികളിലേക്കും ജപമാല പ്രാർത്ഥന പ്രചരിപ്പിക്കണമെന്നാണോ അങ്ങ് അർത്ഥമാക്കുന്നത്? അതേ എന്റെ പ്രിയപ്പെട്ടവളെ,
ഞാൻ എൻ്റെ അമ്മയെ ആദരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അമ്മയെ ആദരിക്കണം. എനിക്ക് സാക്ഷ്യം വഹിക്കുന്ന എല്ലാവർക്കും കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങൾ ധ്യാനിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുകയും ആ ധ്യാന പ്രാർത്ഥന അവരിലേക്ക് പ്രചരിപ്പിക്കുകയും വേണം. കർത്താവെ, എല്ലാ ക്രിസ്ത്യാനികളെയുമാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതെ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവായ ഞാൻ എൻ്റെ സഭയിൽ യാതൊരു തരത്തിലുള്ള വിഭജനവും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ടി നീ അവരെ ഐക്യപ്പെടുത്തും. എൻ്റെ നാമത്തിൽ എന്നെ സ്നേഹിക്കുകയും എന്നെ അനുഗമിക്കുകയും എനിക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒരു ഇടയന്റെ കീഴിൽ മാർപ്പാപ്പ നിങ്ങൾ ഐക്യപ്പെട്ട് ഒറ്റ സമൂഹമായി തീരണം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പത്രോസിനെ ഞാൻ തിരഞ്ഞെടുത്ത് അവന് അധികാരം നൽകി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ പത്രോസിന് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നൽകി. എന്റെ കുഞ്ഞാടുകളെയും ആടുകളെയും തീറ്റിപ്പറ്റി പരിപാലിക്കണമെന്ന് ഞാൻ പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നൽകിയതാണ് ഈ അധികാരം. എന്റെ അഭിലാഷത്തിന് നിങ്ങൾ വ്യത്യാസം വരുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ സഭയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒന്നിച്ചുകൂടുക. എന്റെ ആഗ്രഹങ്ങളാണ് നിങ്ങൾ എന്നിൽ അന്വേഷിക്കേണ്ടത്. നിങ്ങളുടെ താല്പര്യങ്ങളല്ല, മറിച്ച് എന്റെ താല്പര്യങ്ങളാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്നെ മഹത്വപ്പെടുത്തുവിൻ. സൃഷ്ടികളെ, നിങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുക. എന്റെ ശരീരമായ സഭയെ ഉജ്ജീവിപ്പിക്കുക. ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങളുടെ ചെവി തുറന്ന് കുരിശിൽ നിന്നുള്ള എന്റെ നിലവിളി കേൾക്കുക. വസൂല, എവിടെയാണ് നിന്റെ ഭവനം എന്ന് നീ ഓർക്കുന്നുണ്ടോ? അതെ, എന്റെ തിരുഹൃദയത്തിലാണ് നിന്റെ ഭവനം. വരൂ പ്രിയപ്പെട്ടവളെ, വരൂ. ഞാൻ കാത്തിരിക്കുന്നു. അതിരുകളില്ലാതെ ഞാൻ നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു. എന്റെ കർത്താവും രക്ഷകനുമായവനെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയോടൊപ്പം സദാ ആയിരിക്കുവാൻ എനിക്ക് കഴിയേണ്ടതിനും അങ്ങയുടെ ഒരു ഉപകരണമായി തീരുവാൻ പ്രാപ്തിയാകുന്നതിനും വേണ്ടി അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനുസരണയുള്ളവളായിരിക്കുക. എന്റെ താല്പര്യങ്ങൾ മാത്രം അന്വേഷിക്കുക. ഞാൻ നിന്റെ അരികെയുണ്ട്. വസൂല, മനുഷ്യരുടെ രക്ഷയ്ക്കും വീണ്ടെടുപ്പിനും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സന്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. യേശുവെ, അങ്ങേക്ക് നന്ദി. 23/3/1988. യേശുവെ, ഞാനാണ്. സ്നേഹം വിജയം വരിക്കും. ഞാൻ സ്നേഹമാണ്. നിനക്കെന്റെ സമാധാനമുണ്ടാകട്ടെ. ഭയപ്പെടരുത്. ഇത് ഞാനാണ്, യേശു. നീ വരുമോ? ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. എന്നെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ ഞാൻ നയിച്ചിടത്തേക്ക് നിന്നെയും ഞാൻ നയിക്കും. പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകും. എന്റെ വസൂല, പ്രാർത്ഥിക്കുക. പിശാചിന്റെ കണികളെക്കുറിച്ച് ജാഗ്രതയുള്ളവളായിരിക്കുക. എന്റെ സൃഷ്ടികൾ അനുദപിച്ച് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ? കർത്താവെ, അങ്ങ് ഞങ്ങളെ മാനസാന്തരപ്പെടുത്തുമെന്നും അങ്ങയുടെ രാജ്യം ഞങ്ങളുടെ ഇടയിൽ വരുമെന്നും അനേകം തവണ അങ്ങ് പറയുന്നു. പിന്നെ എങ്ങനെയാണ് എൻ്റെ സൃഷ്ടികൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എന്ന ധ്വനിയിൽ അങ്ങ് സംസാരിക്കുന്നത്? എനിക്ക് ഇക്കാര്യം മനസ്സിലാകുന്നില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സൃഷ്ടികളെ, സർവശക്തനും പ്രകാശവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങളെ വീണ്ടെടുക്കുന്നതിനും നിങ്ങളിൽ പ്രകാശിക്കുന്നതിനും വേണ്ടി ഈ കൂരിരുട്ടിൽ നിങ്ങൾക്ക് നൽകുവാൻ എന്റെ ഹൃദയം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. എനിക്കെതിരെ നിങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകളും നിങ്ങളുടെ എണ്ണമറ്റ പാപങ്ങളും കഴുകിക്കളയുന്നതിനായി ഞാനിതാ വരുന്നു. നിങ്ങളെ എന്റെ അടുക്കിലേക്ക് മടക്കി വിളിക്കുവാനായി ഞാനിതാ വരുന്നു. എന്റെ സഭയെ ഐക്യപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ വരുന്നു. ആർക്കാണ് ഞാൻ അധികാരവും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകളും നൽകിയിരിക്കുന്നതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായി ഞാനിതാ വരുന്നു. എന്റെ അമ്മയെ ബഹുമാനിച്ച് അവരുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തി വണങ്ങുന്നതിന് നിങ്ങളെ പഠിപ്പിക്കുവാനായി ഞാൻ വരുന്നു. എന്തെന്നാൽ എന്റെ കരത്താലാണ് അവൾ സ്വർഗരാജ്ഞിയായി കിരീടം ധരിപ്പിക്കപ്പെട്ടത്. അവൾ സ്വർഗത്തിലെ രാജ്ഞിയാണ്. സൃഷ്ടികളെ, പിശാചിനെക്കുറിച്ച് ജാഗ്രതയുണ്ടായിരിക്കുക. എന്തെന്നാൽ നിങ്ങളെ കെണിയിൽപ്പെടുത്തുവാനുള്ള അവന്റെ ഉദ്യമങ്ങളെ അവൻ ഇരട്ടിയാക്കിയിരിക്കുന്നു. കൂടാതെ നിർഭയം അവന്റെ നിഗൂഢ പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കപ്പെടാതെ ചെയ്യുന്നതിനു വേണ്ടി പിശാചിന് അസ്തിത്വമില്ല എന്ന ആശയം അവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സൃഷ്ടികളെ, നിങ്ങളുടെ ഇടയിൽ ഒരു സർവനാശം ഉണ്ടാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ കുരിശിൽ കിടന്നുകൊണ്ട് ഞാൻ എത്രമാത്രം ഉച്ചത്തിൽ നിലവിളിക്കുന്നു. സൃഷ്ടികളെ, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. എന്നെ നിഷേധിച്ചുകൊണ്ട് നിങ്ങളെ കിണയിൽപ്പെടുത്തുവാൻ പിശാചിനെ അനുവദിക്കരുത്. മനുഷ്യരുടെ മാനസാന്തരത്തിനും തിരിച്ചുവരവിനും വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിനക്ക് നൽകിയ പ്രാർത്ഥനകൾ എല്ലാ വ്യക്തികളും പഠിക്കട്ടെ. അവർ ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കട്ടെ. ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. മകളെ, എന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് എന്റെ സന്ദേശം എഴുതിയെടുക്കുന്നതിൽ നിനക്ക് മടുപ്പ് തോന്നരുത്. എനിക്കുള്ളതെല്ലാം നിനക്ക് പങ്കുവെച്ചു തരുന്ന
നിന്റെ മണവാളനും രക്ഷകനുമാണ് ഞാൻ. വരൂ, ഞാൻ ക്ഷീണിതനാണ്, എന്നെ സമാശ്വസിപ്പിക്കുക. കർത്താവെ, വന്നാലും. യേശു വളരെ ക്ഷീണിതനായി കാണപ്പെട്ടു. അവിടുത്തെ വലിയ തോളുകൾ അല്പം വളഞ്ഞിരിക്കുന്നു. അവിടുന്ന് ദുഃഖിതനാണ്. എനിക്കും അതേ ദുഃഖം അനുഭവപ്പെടുന്നു. എനിക്ക് യേശുവിനെ പ്രസാദിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട്. യേശുവിന്റെ ഐക്യത്തിനുള്ള ആഹ്വാനം മാർപ്പാപ്പ സ്വീകരിക്കണമെന്ന് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. 25-ാം തീയതി വെള്ളിയാഴ്ച മാർപ്പാപ്പയ്ക്ക് ഈ സന്ദേശം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വസൂല, എന്റെ സാന്നിധ്യം നീ അനുസ്മരിക്കുമോ? ഉവ്വ് കർത്താവായ യേശുവേ, ഞാൻ അങ്ങയുടെ സാന്നിധ്യം അനുസ്മരിക്കും. നമുക്ക്, നമ്മൾ, അതെ, നമുക്ക്, നമ്മൾ എന്നേക്കും. യേശു ഇന്ന് ക്ഷീണിതനും ദുഃഖിതനുമാണ്. നിനക്ക് സമാധാനമുണ്ടാകട്ടെ. വസൂല, ഞാൻ ക്ഷീണിതനാണ്. സ്നേഹവും ലാളിത്യവും മനുഷ്യരുടെ ഇടയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് കണ്ട് ഞാൻ ക്ഷീണിതനാണ്. മനുഷ്യരിൽ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കെ ബലികൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും എന്ത് പ്രസക്തിയാണുള്ളത്? പുഷ്പമേ, നഗ്നപാതരായ ലാളിത്യവും നിഷ്കളങ്കതയും വിനയവും ഉണ്ടായിരുന്ന എന്റെ ശിഷ്യരെ കാണുമ്പോഴുള്ളതിനേക്കാൾ വലിയ ആനന്ദം മറ്റെന്തിനാണുള്ളത്? അവരുടെ കയ്യിൽ എന്റെ ആടുകളെ നയിക്കുവാനുള്ള ഒരു ഊന്നുവടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലാളിത്യത്തെ ഞാൻ സ്നേഹിക്കുന്നു. ലാളിത്യവും ദാരിദ്ര്യവും എന്നെ ആകർഷിക്കുന്നു. എന്റെ യഥാർത്ഥ ശിഷ്യന്മാർ നഗ്നപാതരാണ്, പക്ഷെ അവർ ആത്മീയമായി സമ്പന്നരാണ്. വസൂല, ധൈര്യമായിരിക്കുക. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ കുരിശിൽ എന്റെ സ്വന്തപ്പെട്ടവരാൽ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ. ഞാനും നീയും, നീയും ഞാനും. സ്നേഹം സഹിക്കുന്നു. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.